ഹായ് ഓൾ, സ്മിത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു സൺഡേ വ്ളോഗുമായിട്ടാണ് ഞാനിന്ന് വന്നത്. രാവിലെ ഒരു 7:30 ആയപ്പം ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് ഫേസൊക്കെ ഒന്ന് കഴുകി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. കുഴക്കട്ടയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഹസ്ബൻഡ് രാവിലെ തന്നെ ജോലിക്ക് പോയി. അപ്പോൾ കുറച്ച് പച്ചരി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി നമ്മളങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് അത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാണ് അടുത്ത പ്രോസസ്സ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം പാനിൽ വെച്ച് തട്ടും അതിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി വെച്ചിട്ടുള്ള ആ കുഴക്കട്ട എടുത്തിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചു. ശേഷം അതിനുള്ള അരപ്പ് റെഡിയാക്കുക. അരപ്പിൽ തേങ്ങയുണ്ട്, ജീരകമുണ്ട്, കൊച്ചുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, കുറച്ച് മഞ്ഞളുണ്ട്. അതിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്ന് അതിന് ശേഷം കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലേ. അപ്പം അതുകൂടി എടുത്ത് അതിന് ശേഷം വറ്റൽമുളകും നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടുകൂടി അതിലേക്കിട്ട് അതിൻ്റെ പച്ചച്ചുവ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ ആവി കയറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുഴക്കട്ട കുട്ടികളെയും കൂടി അതിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യുക. അതായത് ഈ അരപ്പ് അതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ നമ്മൾ ഒന്ന് അതിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുവരെ അത് അടുപ്പിൽ തന്നെ വെച്ച് സെറ്റാക്കി എടുക്കുക. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. പണ്ട് നാട്ടിൽ നിന്ന് അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി അതിരുന്ന് കഴിച്ചു. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞത് അലക്കാനുള്ളതായിരുന്നു. അലക്കാനുള്ള വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടു. പിന്നെ ഇതാണ് ഞാൻ മിക്കവാറും എന്താണ് വർക്കിന് പോകുന്ന സമയത്ത് എന്തൊക്കെ തീർന്നു എന്നുള്ള കാര്യം പറയാൻ വിട്ടുപോകും. അപ്പോൾ ഞാൻ ചുമരിൽ എന്ത് ചെയ്തു, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് ഒട്ടിച്ച് വെച്ചിട്ട് അതിൽ തീരുന്ന സാധനങ്ങൾ എഴുതി വെക്കും. അങ്ങനെ ഇന്ന് ചെറിയുള്ളി തീർന്നായിരുന്നു. അപ്പോൾ അത് എഴുതി വെച്ചാണ്. അടുത്തതായിട്ട് ഉച്ചത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളതാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് മോര് കാച്ചിയതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കട്ടയില്ലാതെ അടിച്ചെടുത്ത നമ്മുടെ തൈര് കൂടി അതിലേക്ക് ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ആ പ്രോസസ്സ് അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള കറി റെഡിയായി. അപ്പോൾ നല്ല രസമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു വെച്ചു. പിന്നീട് അടുത്തതായിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സെയിം ചട്ടി തന്നെയാണ്. അത് അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് വലിയുള്ളിയും മുറിച്ചതും പച്ചമുളകും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിന് ശേഷം ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ? ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് കൂടി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു പൂവിനും കൂടി മുറിച്ചത് അതിലേക്കിട്ട് അതൊരു പിങ്ക് കളറായിരുന്നു. പിന്നീട് അത് ചൂടാക്കുന്നതിനനുസരിച്ച് അതൊരു വയലറ്റ് കളറായിട്ട് വരും. അപ്പോൾ അത് അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ വഴറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയത് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി വെച്ചു. അടുത്തതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കാന്താരി മുളകൊന്ന് വെറുതെ ഒന്ന് വഴറ്റിയെടുത്ത് അതുകൂടി മാറ്റി വെച്ചു. അടുത്തതായിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പൊട്ടറ്റോ ഫ്രൈ. അതുകൂടി വറുത്ത് കോരിയെടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായി. അപ്പോഴത്തേക്ക് ഒരു 2:45 ഹസ്ബൻഡ് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു, ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.